മൈ ഡിയർ ബെറീസ്, വെൽക്കം ടു ബാങ് പിങ് പർപ്പിൾ ബെറീസ്. സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു വോയിസ് ഓവറിന് സോറി കേട്ടോ, പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. നമ്മുടെ ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് എപ്പി കുറേ മാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇട്ടത്. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് അടുത്തത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല എൻ്റെ എല്ലാ സ്റ്റോറീസും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ട ഫസ്റ്റ് എപ്പിസോഡും ഇപ്പം അപ്ലോഡ് ചെയ്ത ഈ എപ്പിസോഡും തമ്മിൽ ഒരു ബന്ധമില്ലാന്നായിരിക്കും നിങ്ങൾ കരുതുക. ശരിയാ, അതുപോലൊക്കെ തന്നെയാണ്. അതിപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ലൈൻ മനസ്സിലാവണമെങ്കിൽ തുടരെയുള്ള എപ്പിസോഡ്സ് കണ്ടാലേ പറ്റുമെന്ന്. അന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഞാനൊരു പോക്ക് പോയതാ. പിന്നെ ഇപ്പോഴാ ഈ എപ്പി 2 കൊണ്ട് പൊങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡ്സ് കണ്ടാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച സ്റ്റോറി ലൈൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ വരും. ബട്ട് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കണ്ടേ. പിന്നെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും, ക്ഷമിക്കുക, നമ്മൾ തമ്മിൽ ഇനിയും കാണാനുള്ളതല്ലേ. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതോട്ടെ, ആരോരുമില്ലാത്ത അനാഥപ്രേതത്തെ പോലെ കിടക്കുന്ന ഒരു കമൻറ്റ് ബോക്സ്, അവിടെ കുത്തിക്കുറിക്കൂ. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ സബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കുറേ ഉണ്ട് ഇവിടെ. വേണ്ട കേട്ടോ, എന്നെ ശരിക്കും അറിയില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇറ്റ്സ് സ്റ്റോറി ടൈം. Feel the ground shaking underneath, trying to take me alive. Get ready for the fallout. Can't stop me now. I got no rival. I'ma find my way through the blood and pain, game of survival. Any time or place, watch 'em run away. I got none. I'll be standing on my own, never gonna take my throne. I got no rival, watch 'em run away. I got no, I got no rival. ചേച്ചി എന്താ ചേച്ചി പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയേ? ബാക്കി കൂടെ പറ, ബാക്കി കേൾക്കാൻ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കാം. അല്ല ചേച്ചിനെ അപ്പൊ തന്നെ പറഞ്ഞു വിട്ടില്ലേ? ഷോ, ആദ്യം തന്നെ ആ ഫോട്ടോ കണ്ടാ മതിയായിരുന്നില്ലേ? ചേച്ചി പറഞ്ഞപ്പോ ഞാൻ ഇത് ഇമാജിൻ ചെയ്ത് നോക്കിയോ, അപ്പൊ തന്നെ മനസ്സിലായി ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും. എന്താ ചേച്ചി എന്തൊന്നും മിണ്ടാത്തേ? എന്തായാലും ഈ മഴ ഇപ്പോഴൊന്നും കയ്യിലെന്ന് ചേച്ചി ബാക്കിയും കൂടെ പറ. ആകാശത്ത് നിന്ന് തുള്ളിയായി പെയ്തൊഴിയുന്ന ഈ മഴയെ നോക്കിയിരിക്കാൻ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും അല്ലേ? ചേച്ചി പറഞ്ഞതൊക്കെ ശരി തന്നെയാ, പക്ഷേ അതിന്റെ സാഹചര്യം കൂടെ നോക്കണ്ടേ? എന്റെ വൈഫിനോട് സ്കാൻ ചെയ്യാനകത്തേക്ക് കൊണ്ടുപോയിരിക്കുക. റിസൾട്ട് എന്തോന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുമ്പോഴാ ഈ മഴയും കാർമേഘവും ഇരുണ്ട ലുക്കും എല്ലാം കൂടി ടെറർ ഫീലിംഗാ. വൈഫിന് എത്ര മാസമായി? 4th മന്താ ഇത്. പെട്ടെന്ന് എന്തോ വയ്യ തോന്നിയോണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പേടിക്കണ്ട, നല്ല ഡോക്ടറാ. കുഞ്ഞിനെ നന്നായി നോക്കണേ. അത് പിന്നെ അങ്ങനെയല്ലേ, ഒരു കുഞ്ഞല്ലേ വരാൻ പോകുന്നത്. എന്ത് രസമായിരിക്കുമല്ലേ. ഞാൻ എന്തൊരു എക്സൈറ്റഡ് ആണെന്നറിയോ. ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ ചെയ്യാ. ഇപ്പോഴേ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ച്, തൊട്ടിലും തുണികളും കളിപ്പാട്ടങ്ങളും. എന്ത് രസാ. വീട്ടുകാരായിട്ടൊക്കെ കെയറിങ് കാണുമ്പോൾ കൊതിയാവുക. നമ്മൾ ജയിക്കുമ്പോഴും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കില്ലേ പാരൻസിന്റെയും വീട്ടുകാരുടെയൊക്കെ കെയറിങ്? ചേച്ചി പിന്നെയും പോയി. ചേച്ചി ഇത് ഏത് ലോകത്താ? ചേച്ചി ബാക്കി കഥ പറഞ്ഞില്ല. പറഞ്ഞതാ. ഈ ടെൻഷനിടയിൽ ആ കഥ കേട്ടപ്പോൾ എത്തിനെങ്കിലും സമാധാനമായത്. കഥ ഇതൊരു കഥയല്ലടാ, എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു, സ്വപ്നങ്ങളായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ച എൻ്റെ ജീവിതമായിരുന്നു. എന്താ ചേച്ചി പറഞ്ഞേ? അപ്പോ ഇതൊന്നും നടന്നില്ലേ? മനുഷ്യർക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ആഗ്രഹങ്ങളുണ്ടാകും. ഒരുപാട് കുന്നോളം ചിന്തിച്ചു കൂട്ടും. അത് നേടുന്നവരെ ഉറപ്പുണ്ടാവും. എന്നാൽ ജീവിതത്തിൽ പലതും എത്താൻ കഴിയില്ല. അങ്ങനെയല്ല, സാഹചര്യം അതവരെ സമ്മതിക്കില്ല. അവരുടെ ലൈഫിൽ ഒരു വലിയൊരു മുറിവായിരിക്കും. ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. നീ കേട്ടത് മൊത്തം
എൻ്റെ സ്വപ്നങ്ങളായിരുന്നു, ആഗ്രഹങ്ങൾ. ഒരു 16 വയസ്സുകാരിയുടെ ആഗ്രഹങ്ങൾ. 16 വയസ്സോ? ചേച്ചിനെ കണ്ട 20 വയസ്സിന് കൂടുതലുണ്ടല്ലോ. എടാ തോക്കി കയറി വെടിവെക്കല്ലേ കുഞ്ഞാ. സോറി യു കണ്ടിന്യൂ. അന്ന് എനിക്ക് 16 വയസ്സ്. 2 മാസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ പിറന്നാൾ. ഞാനും അമ്മയും അച്ഛനും ചേട്ടനും നല്ല ഹാപ്പി ഫാമിലി ആയിരുന്നു ഞങ്ങളുടേത്. ഒരു ദിവസം രാവിലെ എനിക്കന്ന് എക്സാം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലേക്ക് പോയി. ഇവരെല്ലാവരും കൂടെ കുടുംബത്തിലൊരാളുടെ കല്യാണം ഉണ്ടായിരുന്നു, അതിലേക്കും പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ വണ്ടി ആക്സിഡൻ്റ് ആയി. പിറ്റേന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കേരളം മൊത്തം നടങ്ങിയ വാർത്തയായിരുന്നു. കൈകളില്ല, കാലുകളില്ല, തല വേർപെട്ട്. അമ്മയും അച്ഛനെയും കിട്ടി, ചേട്ടനെ മാത്രം കിട്ടിയില്ല. അടുത്ത് കൊക്ക ഉണ്ടായിരുന്നു, ഒരുപാട് ആഴം ഉണ്ടായിരുന്നു. പരമാവധി ശ്രമിച്ച് നോക്കി, കണ്ടില്ല. സ്കൂൾ കഴിഞ്ഞ് വന്ന ഞാൻ വീടിന് മറ്റും കുറേ ആൾക്കാരെ കണ്ടു. ഞാൻ കരുതി കല്യാണത്തിന് പോയ ആൾക്കാരായിരിക്കുന്നു. സന്തോഷത്തോടെ ഞാൻ വീട്ടിനകത്തേക്ക് കയറി. പക്ഷേ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു 2 പേര്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെയൊക്കെ സംഭവിക്കാം. അന്ന് മാറി മറന്നത് എൻ്റെ ജീവിതം. എല്ലാത്തിനും തുടക്കം അന്ന്. എന്നെ പിന്നെ നോക്കിയതല്ല അമ്മയുടെ ചേട്ടൻ്റെ ഫാമിലി ആയിരുന്നു. വേറെ ആരുമില്ല നോക്കാനൊന്നും. ഓർഫനേജിൽ പോലും നോക്കാൻ കഴിയില്ല. അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി വേറൊരു വീട്ടിലേക്കാക്കി. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അവരുടെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞു. 2 ചേച്ചിമാരുണ്ടായിരുന്നു, 3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ലോകത്തെക്കുറിച്ച് വലിയ അറിവും ബോധമൊന്നും എനിക്കില്ലായിരുന്നു ആ സമയം. ചെറിയ പ്രായമായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും കെയറിങ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കാണുന്ന എല്ലാവരും എനിക്കെൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും അങ്ങനൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാൽ അതൊന്നും അങ്ങനെയല്ല. ഓരോ ചെറിയ കാര്യങ്ങൾക്കും അവരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി, ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ച് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുത്തു ഞാൻ. എന്നാൽ അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അറിയില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നല്ലോ. അത് ഒക്കെ ചെയ്തു കൊടുത്തു. എൻ്റെ ബോധക്കേട്. എന്നാൽ അവരിലൊരാൾ ഞാൻ എൻ്റെ ചേട്ടനെ പോലെയാണ് കണ്ടത്. പക്ഷേ അവരെന്നെ ഉപയോഗിച്ചു പല തവണ പല രീതിയിൽ. ഒക്കെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. എന്തുണ്ടെന്നറിയില്ല, എനിക്കറിയില്ലല്ലോ. വാ കിടക്ക്. അഡ്രസ്സൊക്കെ എന്താ മാറ്റിക്കോ. ആരെങ്കിലൊക്കെ പെട്ടെന്ന് വരും. പെട്ടെന്ന് പറഞ്ഞ കേട്ടില്ലേ? ആ കർട്ടൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വാ. അങ്ങനെ പറയാം, കഴിഞ്ഞിട്ടൊന്നുമില്ല. നീ കിടക്ക്. എന്തായിരിക്കും ദിവസങ്ങളോളം മാസങ്ങളോളം ഞാൻ കരുതി ഇതൊക്കെ എൻ്റെ മാത്രമല്ല എല്ലാ പെണ്ണുങ്ങളുടെയും ജീവിതത്തിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫെന്ന്. അറിഞ്ഞിരുന്നില്ല ഇതൊന്നും അങ്ങനെയല്ല എന്ന്. പോകെ പോകെ ഒരാൾ 2 ആളായി, 2 ആൾ 3 ആളായി. കഴിയുന്നതിന് അപ്പുറമായി വേദനകൾ. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു. അന്ന് എന്നാ തിരിച്ചു ഉപദ്രവവും ചീത്തവിളികളൊക്കെ ആയി. അതുകൊണ്ട് ഞാനങ്ങ് സഹിച്ചു നിന്നു. ഇതൊക്കെ അവിടെയുള്ള എല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ മാത്രം ഒരു കുട്ടിയായിരുന്നു.
ഇടയ്ക്കൊക്കെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു എൻ്റെ വയറ് കൂടുന്നത്. അന്നൊക്കെ കരുതി നീ ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം പച്ചക്കറി വാങ്ങാൻ കടയിൽ പോയി. അവിടെ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല ഇറങ്ങി വീണു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറെ പരിശോധിച്ചു. എൻ്റെ ബോധം വന്നു. എന്നോട് ചോദിച്ചു, എന്താ ഈ സമയത്ത് ഇങ്ങനൊന്നും കെയർ ചെയ്യാത്ത, ആരോഗ്യമൊന്നുമില്ല. എനിക്കപ്പോൾ ഒന്നും മനസ്സിലായില്ല. വീട്ടുകാരുടെയൊക്കെ നമ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തു. അവരൊക്കെ വിളിച്ച് വരുത്തി. അവരോട് പറയുന്നത് മാത്രം ഞാൻ കേട്ടു. 5 മാസമായിട്ട് കുഞ്ഞിന് വളർച്ച കുറവുണ്ടായിരുന്നു. ചേച്ചി എന്താ ഈ പറയുന്നേ? സത്യം, എല്ലാം സത്യം. ഞാൻ പോലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ തൊട്ട് നോക്കി എൻ്റെ വയറിൽ എൻ്റെ കുഞ്ഞിന് അറിഞ്ഞിരുന്നില്ല. അവരെനിക്കൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ഒരു ഭാഗത്ത് പേടിയുണ്ടായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ കുഞ്ഞ് വന്ന് അങ്ങനൊന്നും എനിക്കറിയില്ല. ഒന്നും എനിക്ക് ആരൊന്നും പറഞ്ഞു തന്നില്ല. അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി കാറിലായിരുന്നു പോയത്. അവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കറിയില്ല. ഒത്തിരി കുറ്റം പറഞ്ഞ് ഉപദ്രവിച്ച് അടിച്ച് എന്തിനും എൻ്റെ കുഞ്ഞിനെ അവരുപദ്രവിച്ച്. അവരുടെ ഉപദ്രവം കാരണം എൻ്റെ കാലിൽ കൂടെ രക്തം പോകാൻ തുടങ്ങി. കാറ് മൊത്തം പറക്കാൻ തുടങ്ങി. അത് കണ്ടവരെന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച്. അവിടെ നിന്ന് എല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ അങ്ങ് കൊല്ലാൻ തീരുമാനിച്ച്. എന്നെ ഈ അവസ്ഥയിലാക്കിയ അതിലൊരാൾ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഈ അവസ്ഥയിൽ ഇത് റിസ്ക് ആയിരിക്കും, എനിക്ക് പ്രായം കുറവാണ്, അത്ര കട്ടിയില്ല എൻ്റെ ഗർഭപാത്രത്തിന്. പക്ഷെ അവരെല്ലാവരും കൂടെ അതിനങ്ങ് കൊന്നു കളയാൻ തന്നെ തീരുമാനിച്ച്. ഞാൻ ഒത്തിരി വാശി പിടിച്ച്, ഒത്തിരി കരഞ്ഞു. ഒന്നും അവരെ നോക്കിയില്ല. പ്ലീസ് പ്ലീസ് എവിടെ സൈൻ ചെയ്ത്? അവസാനം കണ്ണു തുറന്നു നടന്നപ്പോ കണ്ട് ജീവനില്ലാത്ത എന്റെ കുഞ്ഞിനെ കൊണ്ട് അവര് പോകുന്നു. ഒന്ന് തൊട്ട് നോക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. എന്റെ മുന്നിലുണ്ടായിരുന്നു. എനിക്കൊന്നും അറിയാൻ പോലും കഴിഞ്ഞില്ല. അതിന്റെ മുഖം എന്റെ കണ്ണിൽ ഇപ്പോഴുണ്ട്. എന്റെ കുഞ്ഞിനെ ഒരു ദയ പോലും കാണിക്കാതെ ആ കുഞ്ഞിനെ കൊണ്ടുപോയി. ചെറിയ കുഞ്ഞായിരുന്നു, തിരിയാണ്ടായിരുന്നുള്ളൂ. എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്റെ കുഞ്ഞിന്റെ രൂപം. ചേച്ചി ചേച്ചി കരയില്ലേ? ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ആരൊന്നും പ്രതീക്ഷിക്കില്ല. എന്റെ ജീവിതം ഒരാളുടെ പോലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും വരത്തൊരു ജീവിതം ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടുന്ന് എന്നെ ഡിസ്ചാർജ് വാങ്ങി എന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടായി. ഞാൻ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ആരും കാണാതെ എങ്ങോട്ടോ ഓടി. ഈ ഭൂമി എങ്ങോട്ടാണോ പോകുന്നത് ഒന്നും എനിക്കറിയില്ല. എവിടേക്കോ ഓടി, ഏതൊക്കെയോ കാടുകളിലൂടെ പോയി, ആരോരുമില്ലാത്ത വഴിയോരങ്ങളോടെ പോയി, എവിടേക്കോ ചെന്നെത്തി. അവസാനം ഒരു വണ്ടിയുടെ മുന്നിൽ. ഈ പെണ്ണത്തെ ചാവാൻ വേണ്ടി ഇറങ്ങിയാണ് എൻ്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ. ഭാഗ്യം, ജീവനുണ്ട്. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റൂ. ഒരു പക്ഷേ താൻ കാരണം മരണപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ടതായിരിക്കും അവരെന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്.
എൻ്റെ നിനക്കൊന്ന് നോക്കിയും കണ്ട് വണ്ടി ഓടിച്ചൂടെ? അതിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഇപ്പൊ നമ്മുടെ തലയിലായ ഇച്ച, ഞാൻ ശ്രദ്ധിച്ചെന്നെ ഓടിച്ചത്. അതാണ് ആ കടന്ന് ഇറങ്ങി വന്നത്. കണ്ണുറന്നെങ്കിൽ വീട്ടുകാരെ വിളിച്ച് പറയായിരുന്നു. ഇതിനിപ്പോ പോലീസ് കേസാവോ? ഫുൾ ടെൻഷനിലാക്കി. ഇച്ച, നോക്ക്, ദേ അവിടെ എണീറ്റു. ദേ കൊച്ചേ, നീ എവിടുത്തെയാ? നിന്റെ പേരെന്താ? നിന്റെ വീട്ടിൽ വിളിച്ചാൽ കിട്ടുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇച്ച, ഒന്ന് അടങ്ങ്. അത് എണീറ്റിട്ടല്ലേ ഉള്ളൂ. നമുക്ക് സാവധാനം ചോദിച്ച് മനസ്സിലാക്കാം. നീ എന്നാ ചോദിച്ച് മനസ്സിലാക്ക്. എനിക്ക് അർജന്റായിട്ട് പോയേ പറ്റൂ. കുട്ടി, അതെ, ഹലോ. നിങ്ങൾ താനെന്താടെ ഇങ്ങനെ നോക്കുന്നത്? താൻ ഓക്കെ അല്ലേ? ആക്ച്വലി എൻ്റെ കാറിന് മുന്നിലാണ് താൻ പെട്ടത്. തൻ്റെ വീട്ടുകാരുടെ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞ് അവിടെ എത്തിക്കായിരുന്നു. ഞാനോ എന്ത് പറ്റി? എൻ്റെ തല. നിങ്ങൾ വെയിറ്റ്, അതായത് ചേച്ചി പറഞ്ഞു വരുന്നത് ചേച്ചി ആഗ്രഹിച്ച ജീവിതത്തിലെ 2 പേരായിരുന്നു അവരുന്ന്. ലൈക്ക് ചെയ്തേച്ചാവോ?